ദേവൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്ന പോലെ ആകാശത്തിൻ്റെ ഏതോ ഉയർന്ന സ്ഥാനത്ത് വിഹരിക്കുന്ന കുറേ ദിവ്യ പുരുഷന്മാരാണ് എന്നല്ല വേദം പറയുന്നത്. വേദം പറയുന്ന ദേവൻ ആരാന്ന് ചോദിച്ചാൽ വിദ്വാംസോഹി ദേവ എന്ന ശതപഥ ബ്രാഹ്മണൻ. വിദ്വാൻ എന്നാണ് ദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അറിവ് കൊണ്ട് ശോഭിക്കുന്നവൻ. തിന്നുക, കുടിക്കുക, രമിക്കുക തുടങ്ങിയ ഇന്ദ്രിയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുന്നവരെയാണ് അസുരൻ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ളവർ തന്നെ ഇതല്ല. വിദ്യാഭ്യാസം നേടിയിട്ട് ആ നേടിയ അറിവിനൊത്ത് പ്രവർത്തിക്കാത്തവനെയാണ് രാക്ഷസൻ എന്ന് വിളിക്കുക. അങ്ങനെ സിംബോളിക്കാണ് വേദത്തിലെ മന്ത്രങ്ങളെല്ലാം. വാച്യാർത്ഥത്തിൽ നമുക്ക് അർത്ഥമെടുക്കാൻ പാടില്ലെന്ന് വേദം തന്നെ പറയുന്നുണ്ട്. അതുപോലെ രാമായണ കഥ ഒരേ സമയം ഒരു രാജകുമാരനെയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുടെയും കഥ പറയുമ്പോൾ തന്നെ മറുവശത്ത് അത് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ നൈരന്തര്യത്തെയും കാണിക്കുന്നു. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂരിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ മിക്കവരെയും നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്തനായ പ്രഭാഷകനും സംസ്കൃത പണ്ഡിതനും പുസ്തക പ്രസാധന രംഗത്തെ സജീവ സാന്നിധ്യവുമായ മാവേലിക്കരയ്ക്കടുത്ത് ഉമ്പർനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള ശ്രീ സി പ്രസാദ് ആണ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള രാമായണത്തിന്റെ മലയാളത്തിലുള്ള വ്യാഖ്യാനം വളരെ പ്രസിദ്ധമാണ്. രാമായണത്തെ ശ്രീ പ്രസാദ് എങ്ങനെ നോക്കിക്കാണുന്നു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാം അല്ലേ. ശ്രീ പ്രസാദിനെ നമുക്ക് വോയിസ് ഓഫ് കുറ്റൂരിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. ശ്രീ പ്രസാദ്. നമസ്തേ. രാമായണം കൊടുക്കുന്ന മെസ്സേജ് എന്താ? രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം സിംബോളിക്കാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. രാമായണത്തിൻ്റെ തത്വം എന്താണ്? ഇതാണ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. നമുക്കതിലേക്ക് കിടക്കാം. അതെ, രാമായണം താൻ എന്തിന് രചിച്ചു എന്ന് വാൽമീകി പറയുന്നു. വേദതത്വത്തെ വെളിവാക്കാനാണ് ഞാൻ രാമായണ കഥ രചിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വേദതത്വത്തെ അദ്ദേഹം ഈ കഥയിലൂടെ എങ്ങനെ വെളിവാക്കുന്നു? വേദം എന്താണ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെ അതിൻ്റെ ആഖ്യാന രീതി എങ്ങനെയാണ്? വേദം പ്രതീകാത്മകമാണ്. അതിൽ കാണുന്ന വാക്കിന് വാച്യാർത്ഥമില്ല പലപ്പോഴും. വേദം തന്നെ പറയുന്നുണ്ട്, നിണ്യവചനങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഇതിലെ വാക്കുകൾക്ക് അർത്ഥമെടുക്കരുത്. അഗ്നി എന്ന് കണ്ടാൽ ഉടൻ നിങ്ങൾ അടുപ്പിലെ തീയെന്നോ സൂര്യനിലെ ചൂടെന്നോ ഒന്നും അർത്ഥമെടുക്കരുത്. അഗ്നി എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം. അങ്ങനെ എല്ലാ പദങ്ങളും, ഒരു ഔഷധച്ചെടിയുടെ പേരായിരിക്കും നമ്മൾ ചിലപ്പോൾ അഥർവവേദത്തിൽ കാണുന്നത്. ഉടനെ അതൊരു ഔഷധച്ചെടിയാണ് എന്ന് ധരിക്കരുത്. മറിച്ച് ചിലപ്പോൾ അത് ബ്രഹ്മത്തിൻ്റെ പര്യായമായിട്ട് ആ സസ്യത്തിൻ്റെ നാമം അവിടെ കൊടുത്തതായിരിക്കും. അതിന് നിരുക്താർത്ഥം അറിയണം. ഒരു വാക്കിൻ്റെ ധാതു അർത്ഥം, ആ ധാതു എങ്ങനെ വികസിച്ച് പദമായി തീർന്നു എന്ന നിരുക്താർത്ഥം അറിഞ്ഞെങ്കിലേ വേദം മനസ്സിലാക്കാൻ ഒക്കും. അത് ആ വേദാംഗങ്ങളിലൊന്നായി നിരുക്തത്തെ പഴയ കാലത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഈ നിരുക്തശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് രാമായണത്തെ വായിക്കേണ്ടത്. കാരണം ഇത് വേദതത്വം വെളിവാക്കാനായിട്ടായതുകൊണ്ട്. വേദത്തിൽ അസുരൻ എന്ന് വെച്ചാൽ എല്ലാം മേഘത്തിൻ്റെ പേരുകളാണ്. ദേവൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്ന പോലെ ആകാശത്തിൻ്റെ ഏതോ ഉയർന്ന സ്ഥാനത്ത് വിഹരിക്കുന്ന കുറേ ദിവ്യ പുരുഷന്മാരാണ് എന്നല്ല വേദം പറയുന്നത്. വേദം പറയുന്ന ദേവൻ ആരാന്ന് ചോദിച്ചാൽ വിദ്വാംസോഹി ദേവ എന്ന ശതപഥ ബ്രാഹ്മണൻ. വിദ്വാൻ എന്നാണ് ദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അറിവ് കൊണ്ട് ശോഭിക്കുന്നവൻ, അറിവ് ദാനം ചെയ്യുന്നവൻ, അറിവ് നേടാൻ പ്രേരിപ്പിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകളെയാണ് വിദ്വാൻ എന്നതുകൊണ്ട് ദേവൻ എന്നതുകൊണ്ടും വേദം അർത്ഥമാക്കുന്നത്. രണ്ട് തരം മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിലുള്ളവർ തന്നെ ഇതല്ല. അസുരന്മാരെന്ന് വെച്ചാൽ അസുവിൽ രമിക്കുന്നവർ. അസു എന്ന് വെച്ചാൽ കേവല പ്രാണൻ അഥവാ ഇന്ദ്രിയം. തിന്നുക, കുടിക്കുക, രമിക്കുക തുടങ്ങിയ ഇന്ദ്രിയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുന്നവരെയാണ് അസുരൻ എന്ന് പറയുന്നത്. ദേവൻ ജ്ഞാനാന്വേഷിയാണ്. ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന വിജ്ഞാനികളായ മനുഷ്യരെ, ജ്ഞാനികളായ ആളുകളെ ദേവന്മാരെന്നും വിളിക്കും. അങ്ങനെയാണ് വേദത്തിൽ കാണുന്നത്. ഈ അസുരന്മാർ തന്നെയാണ് രാക്ഷസൻ. രാക്ഷസൻ ആരാണെന്ന് ചോദിച്ചാൽ പഠിച്ച അസുരനാണ് രാക്ഷസൻ. വിദ്യാഭ്യാസം നേടിയിട്ട് ആ നേടിയ അറിവിനൊത്ത് പ്രവർത്തിക്കാത്തവനെയാണ് രാക്ഷസൻ എന്ന് വിളിക്കുക. വേദാംഗങ്ങളെല്ലാം ഹേമകൂടത്തിലിരുന്ന് പഠിച്ച ആളാണ് രാവണൻ. ബ്രഹ്മാവിൻ്റെ ചെറുമകനാ, ബ്രാഹ്മണനാണ് ഇയാൾ. ബ്രഹ്മാവിന്റെ മകനായ പുലസ്ത്യന്റെ പുത്രനായ വിശ്രവസിന്റെ മകനാണ് രാവണൻ. ഈ രാമായണ കാലത്ത് ചാതുർവർണ്ണ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ജാതി വ്യവസ്ഥ രാമായണ കാലം ആയപ്പോഴൊക്കെ ഉണ്ടായി. വേദകാലത്ത് വർണ്ണവ്യവസ്ഥയാണ്. വർണ്ണം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്നതാണ്. ബ്രാഹ്മണനായിട്ട് ആരും ജനിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം നേടിയ അല്ലെങ്കിൽ പരമജ്ഞാനം നേടിയ ആളുകളെ സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ബ്രാഹ്മണ്യം.
അഥവാ അധ്യാപകർ. അന്ന് അധ്യാപകരെല്ലാം സർവജ്ഞരായിരിക്കണം എന്ന അന്നത്തെ ശാഠ്യം. ഇന്ന് ആ ശാഠ്യം ഇല്ലെന്നേ ഉള്ളൂ. ഇന്ന് അന്നും അധ്യാപകരെയാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നവരായി കണക്കാക്കുന്നത്. പിന്നെ ഉള്ളൂ ഭരിക്കുന്നവർക്ക്. ക്ഷത്രിയർക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ ഭരണകൂടത്തിന്. അധ്യാപകൻ 1ാം സ്ഥാനം. അധ്യാപകൻ മുഖത്തു നിന്നുണ്ടായി, വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. ജ്ഞാനത്തിനാണ് പ്രാധാന്യം. ജ്ഞാനം കാരണം വാക്കുകൊണ്ട് മുഖത്ത് സംസാരിക്കുകയല്ലേ. ക്ഷത്രിയൻ കൈക്കരുത്ത് കൊണ്ട്, കാരണം രാജ്യപരിപാലനം കൈക്കരുത്തൂടെ വേണം. അതുകൊണ്ട് കയ്യിൽ നിന്നുണ്ടായി. എല്ലാം ബ്രഹ്മത്തിന്റെ ശരീരത്തിൽ നിന്നുണ്ടായതാ. വൈശ്യൻ യാത്ര ചെയ്ത് കച്ചവടം നടത്തുന്നു. അപ്പം നല്ല ഉറച്ച കാല് വേണം. ശൂദ്രൻ കൂലിത്തൊഴിലാളിയാണ്. എല്ലാ കാലത്തും കൂലിത്തൊഴിലാളികൾ ദുഃഖിതരാണ്. അതുകൊണ്ടാണ് ശോചിക്കുന്നവൻ, ദുഃഖിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശൂദ്രൻ എന്ന് പേര് കൊടുത്തത്. വേദത്തിലെ വ്യാഖ്യാന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു മനുഷ്യൻ്റെ കഥ മാത്രമാണ് വേദത്തിൽ പറയുന്നതെന്ന്. അങ്ങനെ സിംബോളിക്കാണ് വേദത്തിലെ മന്ത്രങ്ങളെല്ലാം. വാച്യാർത്ഥത്തിൽ നമുക്ക് അർത്ഥമെടുക്കാൻ പാടില്ലെന്ന് വേദം തന്നെ പറയുന്നുണ്ട്. അതുപോലെ രാമായണ കഥ ഒരേ സമയം ഒരു രാജകുമാരനെയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുടെയും കഥ പറയുമ്പോൾ തന്നെ മറുവശത്ത് അത് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ നൈരന്തര്യത്തെയും കാണിക്കുന്നു. അസുര ശബ്ദം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ മുഴുകിക്കഴിയുന്ന സാമാന്യ മനുഷ്യരാണ്. അവർക്ക് വിജ്ഞാനത്തിൻ്റെ ലോകമൊന്നും പ്രശ്നമല്ല. ധനം നേടണം, ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കണം. അതുകൊണ്ട് ഈ അസുരന്മാർ അണ്ടർവേൾഡിലാണ്, അധോലോകത്തിലാണ്, പാതാളത്തിൽ. ഇന്നും അധോലോകത്തിൻ്റെ മനോഭാവം അതുതന്നെയാണ്. അതുകൊണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട അസുരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് രാക്ഷസൻ. പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിപ്പിനൊത്ത് പ്രവർത്തിക്കാത്ത മനുഷ്യരെയാണ് അസുരൻ എന്ന് വിളിക്കുന്നതെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പ്രനഷ്ട ജ്ഞാനവിജ്ഞാന സ്വച്ഛന്താചാര ചേഷ്ടിത. ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നഷ്ടപ്പെടുത്തി ഇഷ്ടം പോലെ തോന്നിയ പോലെ ജീവിക്കുന്ന ജ്ഞാനികളായ ആളുകൾ, പഠിച്ചവൻ. അങ്ങനെ പഠിച്ച ബ്രാഹ്മണനായ രാവണൻ തൻ്റെ പഠിപ്പിനൊത്ത് പ്രവർത്തിക്കാതെ വന്നപ്പോൾ അയാൾ ഭീകരനാണ്, സമൂഹത്തിൽ വലിയ ഭയം ഉളവാക്കുന്നവനാണ്. അതുകൊണ്ട് രാവണൻ ഒരേ സമയം ഇത് മനുഷ്യകഥയായിരിക്കുന്നു, അതേ സമയം ഇത് പ്രകൃതിയിലും നമുക്ക് കാണാൻ കഴിയും. അസുര ശബ്ദമെല്ലാം മേഘത്തിൻ്റെ പര്യായമാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത്, അസുരനും ഇന്ദ്രനും കൂടെ ആണല്ലോ ഈ വഴക്ക് മുഴുവൻ ദേവന്മാർ. ഇന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യനാണ്. വേദത്തിൽ വ്യക്തമായി സൂര്യനാണ് ഇന്ദ്രനെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വേദവ്യാഖ്യാതാക്കന്മാർ മാത്രമല്ല, വേദത്തിലെ മന്ത്രം നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. സൂര്യനാണ്. മാത്രമല്ല, പല സന്ദർഭത്തിൽ ഇന്ദ്രൻ എന്നുള്ളത് വിഷ്ണു എന്ന് പര്യായം വരും. വിഷ്ണു എന്ന് പറഞ്ഞാൽ സൂര്യനായിട്ട് പര്യായം വരും. അങ്ങനെ ഈ പ്രപഞ്ച ഗോളങ്ങളെയും പ്രപഞ്ച ചൈതന്യങ്ങളെയും പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കുമൊക്കെ വ്യക്തിത്വം കൊടുത്തു. ആ വ്യക്തിത്വം കൊടുത്തുകൊണ്ട് ആ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഒളിഞ്ഞിരിക്കുന്ന കഥ. പ്രകടമായ കഥ മനുഷ്യകഥയാണ്. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ആ കഥയിലെ രാവണൻ ആരാണെന്ന് അറിഞ്ഞാൽ ഇന്ദ്രജിത്ത് ആരാണെന്ന് നമുക്ക് മനസ്സിലാകാം. രാവണൻ്റെ മറ്റു മക്കളായ അകമ്പനൻ, അക്ഷകുമാരൻ, മേഘനാഥൻ. ഇന്ദ്രജിത്തിൻ്റെ മറ്റൊരു പേര് മേഘനാഥൻ എന്നാണ്. ആ പേരിൽ തന്നെ ഇരിപ്പുണ്ട്. രാവണൻ രവം ഉണ്ടാക്കുന്നവനാണ്, ഗർജിക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്നവൻ. മേഘം ഗർജിക്കും. കൈലാസത്തെ എടുത്ത് അയാൾ അമ്മാനമാടും. തെക്ക് നിന്ന് പോകുന്ന മേഘങ്ങൾ, സമുദ്രത്തിൽ നിന്ന് പോകുന്ന മേഘങ്ങൾ എന്ന് ഹിമാലയത്തിൽ മേഘവിസ്ഫോടനം സൃഷ്ടിക്കുകയും പർവ്വതത്തിൻ്റെ ശിഖരങ്ങളെ ഇടിക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്യും. അതാ കൈലാസം എടുത്ത് അമ്മാനമാടി എന്ന് പറയുന്നത്. ഇയാളുടെ ഒരു മകൻ ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് എന്ന് വെച്ചാൽ ഇന്ദ്രൻ സൂര്യനാണ്. സൂര്യനെ ജയിച്ചവൻ. മേഘപാളികൾ വന്നിട്ട് സൂര്യനെ മറച്ചു നിൽക്കും. കിരണങ്ങൾ താഴോട്ട് വരില്ല. മഴ പെയ്ത് വെള്ളം മുങ്ങും. രാവണൻ തന്നെ സമുദ്രത്തിലാണ് വസിക്കുന്നത്. സമുദ്രത്തിൽ നിന്നാണ് മേഘപാളികളെല്ലാം ഉണ്ടായി വരുന്നത്. മേഘനാഥൻ എന്നാണ് മകൻ്റെ പേര്. മേഘത്തെ പോലെ ഗർജിക്കുന്നത് മേഘം തന്നെയാണ്. വേറെ ഒരുത്തൻ്റെ പേര് അക്ഷകുമാരൻ എന്നാണ്. അക്ഷു വ്യാപ്തോ എന്നൊരു ധാതുവിൽ നിന്നാണ് അക്ഷകുമാരൻ എന്നുള്ള വാക്കുണ്ടാവുന്നത്. അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മേഘം. അതിനെ മേഘമാണ്. അതിനെ അടിച്ച് സ്ഥലത്തുനിന്ന് പറത്തുന്ന ആരാ? മാരുതി, ഹനുമാനാണ്. മരുത്തിൻ്റെ പുത്രൻ. വായു വന്നിട്ട് ഇതിനെ അകറ്റിക്കളയുന്നു. അക്ഷകുമാരനെ കൊല്ലുന്നതും ഹനുമാനാണ്. ഈ അകമ്പനൻ എന്ന് വേറുണ്ട്. അനങ്ങാതെ നിൽക്കുന്ന മേഘം. മേഘം മൂടിക്കഴിഞ്ഞ് ചലിക്കാതെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണുന്നവർക്ക് തോന്നും. അതിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതും ഹനുമാനാണ്. വായുപുത്രനാണ്. വായുവാണ്. കാറ്റ് അടിച്ചു മാറ്റുന്നു. രാവണൻ സീതയെ അപഹരിച്ചു. സീതയെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി ഭൂമിയെ. ഭൂമി എവിടെയാണെന്ന് കാണാത്ത പോലെ ജലപ്രളയത്തിലായി ഭൂമി. അവിടുന്ന് വീണ്ടെടുക്കാൻ സൂര്യൻ, അയാൾക്ക് കിങ്കരന്മാരായിട്ട് കവികൾ. കവി എന്നുള്ള വാക്കിനർത്ഥം കുരങ്ങെന്ന് വാച്യാർത്ഥത്തെ നമ്മൾ എടുക്കുന്നെങ്കിലും വേദാർത്ഥത്തിൻ്റെ രീതി അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ കം പിബദീതി ഇതി കവി. കം എന്ന് ജലത്തെ കുടിക്കുന്നവൻ. സൂര്യകിരണങ്ങളാണ് ജലത്തെ, ആ കോടിക്കണക്കിന് സൂര്യകിരണങ്ങൾ വന്നിട്ട് സീതയെ അന്വേഷിക്കുകയാണ്. സീത എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. വെള്ളത്തെ പറ്റിയിരിക്കുന്നു. അതാ ചിറകെട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് ആരാണ് പോകുന്നത്? ശ്രീരാമചന്ദ്രൻ. രാമൻ സൂര്യനാണ്. രാമദിവാകര എന്ന് തന്നെ വാൽമീകി പ്രയോഗിച്ചിട്ടുണ്ട്. സൂര്യവംശക്കാരനാണ്. സൂര്യവംശത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും പേരിൻ്റെ അർത്ഥം സൂര്യൻ എന്ന് തന്നെയാണ്. അംശുമാൻ
കിരണങ്ങൾ പതുക്കെ ആകാശത്തേക്ക് കടത്തിവിടുന്ന അതിരാവിലെയുള്ള സൂര്യനാണ് അംശുമാൻ. അത് കഴിയുമ്പം ദിലീപൻ കുലദീപമാണ്. ജീവകുലങ്ങൾക്കൊക്കെ ദീപമായി വരുന്ന, ചെറിയ വെട്ടവുമായി വരുന്ന ദിലീപൻ. അത് കഴിഞ്ഞ് വരുന്ന ആള് രഘുവാണ്. ദിക്കുകളിലേക്ക് അതിലംഘിക്കുന്നവനാണ് രഘു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. രഘുവിൻ്റെ ഭാരത ദിഗ്വിജയമൊക്കെ രഘുവംശത്തിൽ കാണാം. കിരണങ്ങൾ കൊണ്ട് ദിക്കുകളിലേക്ക് അയാൾ പതുക്കെ വ്യാപിക്കും. അത് കഴിഞ്ഞ് വരുന്ന അജനാണ്. അപ്പോഴും സൂര്യൻ പൂർണ്ണമായി ജനിച്ചിട്ടില്ല, ഭാഗികമാണ്. ഇനിയും ജനിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ജായദീതി അജ, ജനിച്ചു കഴിഞ്ഞിട്ടില്ലാത്തവനാണ് അജൻ. ആര്? ദശരഥൻ്റെ അച്ഛൻ. അടുത്തത് ദശരഥനാണ്. 10 ദിക്കിലും ശരീരത്തെ വ്യാപിപ്പിച്ചവൻ. 4 ദിക്ക് അതിൻ്റെ മൂല, ഇപ്പോൾ 8ആയി. മുകളിലും താഴെയും 10 ദിക്ക്. ദശം 10. രഥം ശരീരം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച എന്ന് ഘടോപനിഷത്തിൽ പറയും. ശരീരത്തെയാണ് രഥം എന്ന് വിളിക്കുന്നത്. ഡിക്ഷണറിയിലെ അർത്ഥമല്ല ഇവിടെയൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ 8 ദിക്കിലും അതിൻ്റെ വിദിക്കുകളിലും മുകളിലും താഴെയും കിരണങ്ങളെ പരത്തി നിൽക്കുന്ന ആളാണ് ദശരഥൻ. ഇയാൾക്കും വെള്ളത്തെ വറ്റിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ആ വിശ്വാമിത്രൻ വന്ന് താടകയും അവിടെ കൂട്ടാളികളും കൂടെ വന്ന് കരൂത മലത ദേശങ്ങളെ മുഴുവൻ വെള്ളത്തിൽ മുക്കി ആക്രമിച്ചു എന്നാണ്. അവിടെ ആളുകളുടെ യജ്ഞം കർമ്മങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തി. ജീവജാലങ്ങളെല്ലാം പ്രാണന് വിലപിക്കുകയാണ്. എന്നുവെച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ടായി. കരൂത മലദേശം ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ 2 ദേശങ്ങളാണ്. അതിന് വിശ്വപ്രാണനായ വിശ്വാമിത്രൻ, വിശ്വത്തിൻ്റെ പ്രാണനായ വിശ്വാമിത്രൻ വന്നിട്ട് രാമനെ, സൂര്യനെ ക്ഷണിക്കുകയാണ്. അവിടെ ഉദിച്ചങ്ങ് ഈ താടകം വെച്ച തടസ്സം ഉണ്ടാക്കുന്നവർ, കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്ന മേഘമാണ്. കാരണം അവളുടെ മക്കളാണ് മാരീചനുമൊക്കെ, മിന്നലോടുകൂടിയ മേഘം. അങ്ങനെ രാമായണം മുഴുവൻ എടുത്ത മരീചി കിരണം, മിന്നലോടുകൂടിയ മേഘത്തിനെയാണ് മാരീചൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഈ പ്രദേശങ്ങളെയെല്ലാം വെള്ളത്തിൽ മുക്കിക്കഴിയുന്നു. വിശ്വപ്രാണനായ വിശ്വാമിത്രൻ വന്ന് ദശരഥൻ പറഞ്ഞ് ഞാൻ വരാൻ പറ്റത്തില്ല, ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യൻ്റെ കിരണത്തിന് ശക്തി പോരാ വെള്ളം വറ്റിക്കാൻ. അത് കഴിഞ്ഞ് വരുന്ന രാമനാണ്, അഭിരാമനാണ്, എല്ലാവരെയും കർമ്മനിരതനാക്കുന്നവൻ. എല്ലാവരും ജോലി എടുക്കാൻ തുടങ്ങുന്ന സമയത്തെ സൂര്യൻ. ജോലി എടുക്കുന്ന ആളിന് കർമ്മനിരതനാവുന്നവൻ്റെ കൂടെ എന്ത് കാണും? ഐശ്വര്യവും കാണും. അതാ ലക്ഷ്മണൻ. ലക്ഷ്മണോ ലക്ഷ്മി വർദ്ധന, ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നവനെന്ന് വാൽമീകി പറയുന്നു. നമ്മളെപ്പോൾ കർമ്മം ചെയ്തോ കർമ്മത്തിന് ഐശ്വര്യം ഫലവും ഉണ്ടാവും. അതുകൊണ്ടാണ് രാമലക്ഷ്മണന്മാരെപ്പോഴും ഒന്നിച്ച് നടക്കുന്നു എന്ന് വാൽമീകി പറയുന്നത്. ഭരത ശത്രുഘ്നന്മാർ ഒന്നിച്ച് നടക്കുന്നു. ഭരതൻ എന്ന് വെച്ചാൽ ഭരണസാമർഥ്യമുള്ളവൻ. ഭരണസാമർഥ്യമുള്ളവന് ആരുണ്ടാവില്ല? അവൻ്റെ കൂട്ടാളി ശത്രുഘ്നനാണ്, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവൻ. ഭരണസാമർഥ്യമുള്ളവന് ശത്രുക്കൾ ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കാനാണ് ശത്രുഘ്നനെ അയാളുടെ കൂടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ രാമൻ താടകയെ തോൽപ്പിച്ചിട്ട് പോയി പിന്നെ സീതയെ നേടുകയാണ്. സൂര്യൻ തൻ്റെ പത്നിയായി ഭൂമിയെ വരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കാർമേഘം വന്ന് പെയ്ത് രാവണാദികൾ വന്ന് ഭൂമിയെ വീണ്ടും വെള്ളത്തിൽ മുക്കുന്നത്. അവിടുന്ന് കവികൾ വന്ന് വെള്ളത്തെ കുടിച്ച്, അഥവാ ഈ കിരണങ്ങളെത്തി ജലത്തെ കുടിച്ച് വരമ്പുണ്ടാക്കി ചിറകെട്ടുന്നു. രാവണനെ വധിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മേഘമെല്ലാം പോയി ഭൂമി വീണ്ടും വരുമ്പോൾ അടുത്ത മക്കളുടെ പേര് കേൾക്കണോ? കുശനും ലവനും. ലവകുശന്മാരെന്ന് പറയരുത്, മൂപ്പുമുറ അനുസരിച്ച് പറയണം. കുശനാ മൂത്താള്. കുശലവവുന്നേ വാൽമീകി ഉപയോഗിച്ചിട്ടുള്ളൂ. കുശം എന്ന് വെച്ചാൽ ദർഭയാണ്. ഭൂമിയുടെ സമൃദ്ധിയെ കാണിക്കാനാണ് ഈ ദർഭ എടുത്ത് കാണിക്കുന്നത്. ദർഭ കിളിച്ച് വെജിറ്റേഷനാണ്. അത് ഈ ദർഭ മുളച്ചു വരുന്നു. ആദ്യം അതൊരു വെറും തണ്ട് പോലെ ഇങ്ങനെ കിളിച്ചു വരും, പിന്നെ അതിന് കട പൊട്ടും. അതാ ലെവൻ, ഇരട്ടയാന്ന് പറയും. അതിൻ്റെ കടയാണ് ലെവന്. അങ്ങനെ കുശലവന്മാരുണ്ടായെന്ന് വെച്ചാൽ വീണ്ടും ഭൂമി കൃഷിയോഗ്യമായി. രാവണനെ വധിച്ചു. രാമനിൽ നിന്ന് വീണ്ടും സൂര്യനിൽ നിന്ന് വീണ്ടും ഇവിടെ സസ്യങ്ങളുണ്ടായി. ഇങ്ങനെ ഈ പ്രകൃതി കഥയിലെ പറയുന്നതിൽ ഒരാളാണ് ഈ മേഘനാഥൻ എന്ന് പറയുന്ന ഇന്ദ്രജിത്ത്. രാമായണത്തിലെ ഈ കഥാപാത്രങ്ങളും എറ്റമോളജിക്കൽ മീനിങ് എടുത്താൽ ഇതൊക്കെ സിംബോളിക്കാണ്. ഉജ്ജ്വലമായ ഏതൊരു നോബൽ സമ്മാന കൃതിയേക്കാളും മുന്നിൽ നിൽക്കുന്ന ഉജ്ജ്വലമായ സിംബോളിക് കാവ്യമാണിത്. അതുകൊണ്ട് രാമനില്ലായിരുന്നു, ഇതെല്ലാം മേഘത്തിൻ്റെ കഥയാ സൂര്യൻ്റെ കഥയാന്ന് അർത്ഥമില്ല. വിദഗ്ധനായ കവി വേദത്തിലെ ആ സിംബലിസം എന്ന് പറയുന്ന സങ്കേതത്തെ ഉപയോഗിച്ച് അയോധ്യയിൽ ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥ ഇങ്ങനെ ആഖ്യാനം ചെയ്തതായിക്കോട്ടെ. കാരണം വാൽമീകിയും ഇത് പറഞ്ഞു കേൾക്കുന്നു എന്ന് അദ്ദേഹം നാരദർ പറഞ്ഞറിയുന്നതാണ്. നാരദരോട് ചോദിക്കുന്നു, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ മഹർഷേ ത്വം സമർത്ഥോസി
ജ്ഞാതുമേവം വിധം നരം. നേരത്തെ യോഗ്യത പറയുന്നുണ്ട്. ഈ യോഗ്യതയൊക്കെയുള്ള ഒരു നരൻ ലോകത്തുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാലും. നാരം ദാനം ചെയ്യുന്നവനാണ്. നാരമെന്ന് വെച്ചാൽ അറിവ്. ലോകത്ത് ചുറ്റി നടന്ന് ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ പത്രപ്രവർത്തകൻ നാരദര്. അതിന് വടക്കിടുന്നത് ആളുകളുടെ മനോഭാവം പോലിരിക്കും. ഇയാള് ലോകം മുഴുവൻ നടന്ന് അറിവ് നേടി ഓരോ പ്രദേശത്ത് ചെന്ന് അറിവ് പകർന്നു. അപ്പം നാരം ദദാതി ഇതി നാരദ. അറിവ് ദാനം ചെയ്യുന്നവനാണ് നാരദൻ. അങ്ങനെ നാരദനിൽ നിന്നാണ് വാൽമീകി ഇതറിയുന്നത്. ഈ കാവ്യം ആദ്യം ബ്രഹ്മാവ് രചിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ വേദവുമായുള്ള ഇതിൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ബ്രഹ്മാവ് ഉപദേശിച്ചു എന്ന് പറയുന്നത്. ലൗകിക സംസ്കൃതമെന്നും വൈദിക സംസ്കൃതമെന്നും രണ്ട് സംസ്കൃതമുണ്ട്. അതിൽ ലൗകിക സംസ്കൃതത്തിലെ ആദ്യത്തെ കൃതിയാണ് വാൽമീകി രാമായണം. അതുകൊണ്ട് ആദി കാവ്യം എന്ന് വിളിക്കുന്നത്. വേദത്തിലും കാവ്യമൊക്കെ ഉണ്ട്. ഉപനിഷത്തിലൊക്കെ കാവ്യാത്മകമായ ഭാഗമില്ല. കഠോപനിഷത്തിൽ ഒന്നാന്തരം കാവ്യമാണെന്ന് വിവേകാനന്ദ സ്വാമി പറയുന്നു. കാവ്യമുണ്ട് സംസ്കൃതത്തിൽ, ഇപ്പോൾ രാമായണത്തിന് മുമ്പ്. പക്ഷെ അതെല്ലാം വൈദിക സംസ്കൃതത്തിലെ കാവ്യങ്ങളാണ്. ഈ സാങ്കേതികതകൾ നിറഞ്ഞതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. അതിന് സാങ്കേതികമായി പഠിച്ചെങ്കിലേ മനസ്സിലാവൂ. പക്ഷെ ലൗകിക സംസ്കൃതത്തിലെ ആദ്യത്തെ കൃതി വാൽമീകി രാമായണം ആയതുകൊണ്ട് അതിനെ നമ്മൾ ആദികാവ്യം എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ആദികാവ്യം എന്ന് വിളിക്കുന്നത്. അത് മിക്ക ആളുകൾക്കും അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത് വിളിക്കുന്നതെന്നുള്ളത്. അങ്ങനെ ലൗകിക രീതിയിലും നമുക്ക് രാമായണത്തെ വായിക്കാം, വൈദിക രീതിയിലും നമുക്ക് രാമായണത്തെ വായിക്കാം. വൈദിക രീതിയിൽ വായിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഇന്ദ്രജിത്തും രാവണനും ഒക്കെ മേഘമാകുന്നത്. ലൗകിക രീതിയിൽ വായിക്കുമ്പോൾ അത് മനുഷ്യന്റെ കഥയാണ്. ആ രണ്ട് തരത്തിൽ രാമായണത്തെ വായിക്കുമ്പോൾ രണ്ടാമത്തെ തരത്തിൽ ഇയാൾ അസുരനാണ്. രാവണൻ അസുരനാണ്, ഇന്ദ്രിയ ഭൗതിക സുഖങ്ങളിൽ മുഴുകി കഴിയുന്ന. സ്വല്പം വിഭീഷണനിൽ ഈ ഭൗതിക താല്പര്യം കുറഞ്ഞതുകൊണ്ടാണ് അയാൾ ദേവപക്ഷത്തോട്ട് അടുത്ത് നിന്നത്. അല്ല, അയാൾ ചതിവായിട്ട് ഇത് മനുഷ്യ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളുടെയും കൂടെ ഒരു ചിത്രമാണ്. നമ്മളിൽ ധാർമ്മിക ബോധം ഉണരുമ്പോൾ നമ്മൾ പതുക്കെ വിഭീഷണനാവും, പിന്നെ രാമപക്ഷത്തേക്ക് നമ്മൾ ചായും. അല്ലാതെ അവിടെ ജ്യേഷ്ഠനെ ചതിച്ചു എന്നുള്ള, ജ്യേഷ്ഠനെ അല്ല ചതിച്ചത്, ആ സ്വഭാവത്തെയാണ് അയാൾ ഉപേക്ഷിച്ചത്. ആദ്യം ഉപദേശിച്ചു നോക്കി, ശരിയാവുന്നില്ല, പിന്നെ ഉപേക്ഷിക്കുക. അത് തന്നെയാണ് അവിടെ ചെയ്തത്. നമ്മൾ പ്രഹ്ലാദന്റെ കഥ പറയും. അച്ഛൻ ഹിരണ്യായ നമഃ എന്ന. ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം, അത് കശിപു തലയണയാക്കി. കശിപു എന്ന് വെച്ചാൽ തലയണയാണ്. സ്വർണം കൊണ്ട് തലയണ ആരെങ്കിലും ലോകത്തുണ്ട്. അപ്പോൾ അയാൾ എത്ര ഭൗതികതയിൽ മുഴുകി കഴിയുന്ന അസുരനാണെന്ന് ഓർക്കണം. അയാളുടെ ജ്യേഷ്ഠന്റെ പേര് ഹിരണ്യാക്ഷൻ എന്നാണ്. സ്വർണ്ണ കണ്ണുള്ളവൻ. സ്വർണ്ണത്തിലാണ് നോട്ടമല്ല, ധനത്തിൽ. ഇതെല്ലാം പ്രതീകാത്മകമാണ് ഈ കഥാപാത്രങ്ങളെല്ലാം. അയാൾ മകനോട് പറഞ്ഞു കൊടുത്തു, നീ ധനം നേടാൻ നോക്കൂ, കുറച്ച് കാശുണ്ടാക്കുക. അല്ല, അവന് താല്പര്യമില്ല. അവൻ ജ്ഞാനലോകത്തേക്ക് ഗർഭസ്ഥനായിരിക്കുമ്പം തന്നെ അമ്മ കയാതുവിനെ ഇന്ദ്രൻ പിടിച്ചു കെട്ടി സ്വർഗത്തിൽ. അപ്പം ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഈ കുട്ടി നാരദന് കയാതുവിന് പറഞ്ഞു കൊടുത്ത കഥ കേട്ടത്രേ. അപ്പം ഇവൻ അല്പജ്ഞാനോദയം ഉണ്ടായി. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ മനുഷ്യരും സ്വാഭാവികമായും ഈ പ്രതിസന്ധി നേരിടും. ഈ ധനത്തിനും ജ്ഞാനത്തിനും ഇടയ്ക്കുള്ള ഒരു വലിയ സംഘർഷമുണ്ട്. ആ സംഘർഷത്തിൽ നിന്ന് മോചിക്കുന്നവനാണ് ആഹ്ലാദം. യഥാർത്ഥ ആഹ്ലാദ പ്രഹ്ലാദൻ, പ്രകർഷേണ ഹ്ലാദിക്കുന്നവൻ. ജ്ഞാനമാണ് ആഹ്ലാദം. നമ്മൾ പറയത്തില്ലേ, സച്ചിദാനന്ദം എന്ന് പറയും. സത്ത് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞതുപോലെ ഈ കാവ്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു കൂട്ടര് സഹൃദയത്വം ഇല്ലാത്തവർ വായിക്കുന്നു. അതേസമയം തീറ്റിയും കുടിയുമാണ് ആനന്ദമെന്ന് കരുതുന്നവരും അറിവ് ആനന്ദമാണെന്ന് വരുന്നവരും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. അതാണ് ഈ സംഘർഷം മുഴുവൻ. അത് ഒരു നിമിഷം നമ്മൾ ചിലപ്പം ദേവനാവും, അടുത്ത നിമിഷം അസുരനുമാവും. നമ്മളിൽ തന്നെ ഈ രണ്ട് ഭാവങ്ങളുമുണ്ട്. ഈ രണ്ട് ഭാവങ്ങളുടെ ഏറ്റുമുട്ടലായിട്ടൊരു പ്രതീകം എന്ന കൃതിയിലും രാമായണം നമുക്ക് വായിക്കാം. മറിച്ച് ഇത് മനുഷ്യകഥയാണെന്നുള്ള രീതി, മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന കഥയാണെന്നുള്ള രീതി വെറും കഥയായിട്ടും വായിക്കാം. വെറും കഥയായിട്ട് വായിക്കുന്നവരാണ് രാമായണത്തിൻ്റെ പേരിൽ ഈ ബഹളം മുഴുവൻ വയ്ക്കുന്നത്. അവിടെ രാമൻ ശൂദ്രമുനിയെ കൊന്നില്ലേ, അത് തെറ്റായി പോയില്ലേ, ശൂദ്രനെ തപസ് ചെയ്യാൻ അവകാശമില്ല. ശൂദ്രമുനി എന്തിനാ തപസ് ചെയ്തത്? നമ്മൾ കഥ എടുക്കുകയാണെങ്കിൽ കഥയുടെ മുഴുവൻ അംശത്തെ എടുക്കണം. ഒരു വശം എനിക്ക് സൗകര്യമുള്ളത് മാത്രം എടുത്ത് ഞാൻ വ്യാഖ്യാനിച്ചാൽ പോരാ. ശൂദ്രൻ ശംഭൂകൻ തപസ് ചെയ്തപ്പോൾ ബ്രാഹ്മണന്റെ മകൻ മരിച്ചു. അതിന് കാരണം നല്ല ലക്ഷ്യത്തിലല്ലാതെ തപസ് ചെയ്തതുകൊണ്ടാണ് എന്ന് ബ്രാഹ്മണൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് വന്ന് ശൂദ്രനെ കൊന്നപ്പം ബ്രാഹ്മണന്റെ പുത്രൻ പുനർജനിച്ചു. അപ്പോൾ രാമൻ ചെയ്തത് തെറ്റാണോ? കഥ മുഴുവൻ എടുക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ബ്രാഹ്മണന്റെ കുട്ടി പുനർജനിച്ചു ശംഭുവിനെ കൊന്നപ്പോൾ. അപ്പോൾ രാമൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ശരിയാണ് ചെയ്തത്. ആ പുനർജനിച്ചതെന്നുള്ളത് മറച്ചു പിടിക്കുകയും ബാക്കി കാര്യങ്ങളെ വെച്ച് പറയുകയും ചെയ്യുക. ഇങ്ങനല്ല നമ്മൾ പുരാണത്തെ നോക്കുക. പുരാണം പല ഭാഗത്തു നിന്നും നോക്കി വായിച്ചറിയാൻ വേണ്ടിയുള്ള സൗകര്യത്തിലാണ് കവികൾ എഴുതി വെച്ചിരിക്കുന്നത്. രണ്ട് പക്ഷത്തു നിന്ന് നമുക്ക് പറയാം. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണാൻ കഴിയും. അത് ചെയ്യാതെ ഒരു വശം മാത്രം നോക്കിയിട്ട് നമ്മൾ ഇത്തരം കൃതികളെ വായിക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ വേദ സാഹിത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ ഒരു കൂട്ടർ പിന്നെ ഇതിനെയൊക്കെ വെറും പൊട്ടക്കഥകളാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയും. ഈ പൊട്ടക്കഥയാണ് രാമായണം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഇവർ. ഇപ്പം രാമനെ നമ്മൾ വിഗ്രഹമാക്കി പൂജിക്കുന്നിടത്ത് പോകുന്നവനെ നോക്കി പരിഹസിക്കും. ഇത് പൊട്ടക്കഥയാണ്, ഈയുടെ രാമൻ്റെ അമ്പലത്തിൽ പോയതായി വിഡ്ഢി പൂജിക്കുമെന്ന്. ഈ പറയുന്നവൻ ഏതെങ്കിലും ഒരു നോവൽ വായിച്ചേച്ച് അതിലെ കഥാപാത്രം ഇരുന്ന ബസ് സ്റ്റാൻഡ് തിരക്കി പോകുന്നവന്മാരുണ്ട്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചേച്ച്
രവി ഇരുന്ന മരത്തിൻ്റെ ചുവട് തേടിയും രവി നടന്ന വഴി തേടിയും പോകുന്ന ആസ്വാദന ലോകത്തിന് അവരാണ് ഈ പറയുന്നത്. രാമായണത്തിലെ അവർക്ക് സഹൃദയത്വം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പഞ്ചതന്ത്രം എടുത്തു വെച്ചേച്ച് ഒരു കുട്ടിയെങ്കിലും പറയുമോ മനുഷ്യഭാഷയിൽ ഈ പക്ഷിമൃഗാദികളൊക്കെ ഇങ്ങനെ സംസാരിക്കുമെന്ന്? സഹൃദയത്വം എന്ന് പറഞ്ഞാൽ അത് സംഭവത്തിനല്ല, സംഭവപ്രധാനമല്ല കാവ്യം, രസപ്രധാനമാണ് എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ആസ്വദിക്കാനുള്ളതാണ്. ഈ ആസ്വാദനത്തിന് തത്വചിന്ത വേണം. എന്നെങ്കിലേ ഈ ആസ്വാദനത്തിനൊരു ദർശനാത് വർണ്ണനാശ്ചൈവ രൂഢാലോകേ കവിസ്തുതി എന്ന ഭട്ടദൗതൻ എന്ന് പറയുന്ന പഴയ ഒരു കാവ്യശാസ്ത്രകാരൻ പറഞ്ഞത്. ദർശനം, ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിൽ വേണം ഈ വർണ്ണന മുഴുവൻ നടത്താൻ. വേറെ ചിലരാകട്ടെ ഇത് നടന്ന കഥയാണെന്ന് വെച്ച് വായിക്കുന്നു. നടന്ന കഥ അല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു കവിക്കും ശൂന്യതയിൽ നിന്നൊന്നും എഴുതാൻ സാധ്യമല്ല. സംഭവങ്ങളെ മാത്രമേ, ഇപ്പം മനുഷ്യകഥ എഴുതുന്നതിന് മനുഷ്യ സംഭവങ്ങളെയും ഇതിനെയും കൂട്ടിച്ചേർത്ത് ഒരു പക്ഷേ ഇതിനകത്തില്ലാത്തൊരു കഥാപാത്രത്തെ പുതുതായിട്ട് സൃഷ്ടിച്ചെന്നിരിക്കും കവി. വ്യാസൻ പറഞ്ഞ ശാകുന്തളത്തിൽ തോഴിമാരില്ല, കാളിദാസൻ 2 തോഴിമാരെ കൂടെ അതിനകത്ത് വെച്ചു. അപ്പോൾ കഥയ്ക്ക് വേറൊരു മാനം വന്നു. ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും പുതിയ പുതിയ മാറ്റങ്ങളും കൊണ്ട് കഥയെ വികസിപ്പിച്ചാലും ഈ കഥയിലെ ആശയലോകം സംഭവം തന്നെയാണ്. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ ഒരു വിദഗ്ധനായ കവി പൊടിപ്പും തൊങ്ങലും വെച്ച് അയാൾ മനുഷ്യൻ ആസ്വാദ്യമാക്കി കൊടുക്കും. പൂ കാണുമ്പോൾ ആ പൂവിൽ ഒരു കവി കാണുന്നത് തൻ്റെ വർണ്ണ്യവസ്തുവായിട്ടാണ്, വണ്ട് കാണുന്നത് തൻ്റെ തേൻ പാത്രമായിട്ടാണ്, ചിത്രകാരൻ കാണുന്നത് തനിക്ക് വരയ്ക്കാനുള്ള വസ്തുവായിട്ടാണ്, സസ്യശാസ്ത്രജ്ഞൻ കാണുന്ന കായുടെ പൂർവ്വരൂപമായിട്ടാണ്, കുട്ടി കളിപ്പാട്ടമായിട്ട് കാണുന്നു, സുന്ദരിയായ ഒരു സ്ത്രീ അവൾക്ക് അല്ലെങ്കിൽ സുന്ദരി അല്ലെങ്കിലും അണിയാനുള്ള അലങ്കരണ വസ്തുവായി കാണും, ഭക്തൻ ദേവനെ അർച്ചിക്കാനുള്ള ഇഷ്ടദ്രവ്യമായിട്ട് കാണും, അടുത്ത ആള് പൂമാല കെട്ടുകാരൻ ഇത് കച്ചവട ചരക്കായിട്ട് കാണും. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് ഓരോന്നിനെയും നിർവചിക്കും. എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ ശരിയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിയുന്നിടത്ത് അങ്ങനെയുള്ള അരസികന്മാർ കാവ്യം വായിക്കരുത്. അങ്ങനെയുള്ളവർ വായിക്കുമ്പോഴാണ് അല്ലെ എൻ്റെ സിദ്ധാന്തം വല്ലതും ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സിദ്ധാന്തത്തിന് എതിരായി വല്ലതും ഇതിലുണ്ടോ എന്ന് നോക്കി, ഈ സിദ്ധാന്തമൊക്കെ ഉണ്ടാകുന്നതിന് 2000-ഓ 3000-ഓ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാവ്യത്തിൽ എൻ്റെ സിദ്ധാന്തം ഞാൻ തേടുന്നതിന് എന്തർത്ഥമാണ്? അതിനെ ഞാൻ ആ രീതിയിൽ കാണാൻ കഴിയണം. കണ്ടാൽ ഇത് ലോകോത്തരമായ കൃതിയാണ്. ഇതിലെ ഓരോ കഥാപാത്രത്തെയും വാൽമീകിയാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ സ്വഭാവങ്ങളെ എല്ലാം ഓരോരുത്തർക്കും നോക്കിക്കാണാൻ അദ്ദേഹം അവസരം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. രാമായണത്തിന്റെ തുടക്കത്തിലെടുത്ത് വാൽമീകി പറയുന്നുണ്ട്, ആലിപ്പഴം തിന്ന അരണയെ പോലെയാണ് ഇവൻ എന്ന്. അരണ ആലിപ്പഴം തിന്നത്തില്ല, അതൊരു കവി സങ്കേതമാണ്. അരണ ആലിപ്പഴം തിന്നാൽ അന്നേരം ചത്തുപോകും അരണ. അത് വെറും വെള്ളമാണ്, അത് തിന്നാലും അരണയാവുകയില്ല. പക്ഷെ കവി സങ്കല്പമാണ്. വെള്ളവും പാലും ചേർത്ത് വെച്ചാൽ പാല് മാത്രം കുടിച്ച് വെള്ളം മാറ്റി വെക്കും അരയെന്ന് പറഞ്ഞാൽ കവി സങ്കേതമാണ്. ഇത് ഉപയോഗിച്ച കവിക്കും അറിയാം. അത്തരം സങ്കേതങ്ങൾ ഇംഗ്ലീഷിലും ഉണ്ട്. സ്വാൻ സോങ്, ഹംസഗാനം. അരയന്നം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മനോഹരമായി പാടുമെന്നും പാട്ട് തീരുമ്പം ചത്തു വീഴുമെന്നും ഒരു സങ്കല്പമുണ്ട്. അത് നമ്മൾ ചോദ്യം ചെയ്യത്തില്ല, കാരണം അത് ഇംഗ്ലീഷിലാണല്ലോ. സംസ്കൃതത്തിലാണെങ്കിൽ ചോദ്യം ചെയ്യുക. അതിന് കവികൾ എക്കാലത്തും ചില സങ്കേതങ്ങളെ നിർമ്മിച്ചു വയ്ക്കും. ഈ സാങ്കേതിക പരിജ്ഞാനം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ രാമായണ കൃതികൾ വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. അന്നേരം നമുക്ക് ലക്ഷ്മണനെ പഴിക്കാൻ തോന്നില്ല, രാമനെ പഴിക്കാൻ തോന്നുകയില്ല, രാവണനെ പഴിക്കാൻ തോന്നുകയില്ല. കാരണം നമ്മളിലെ സവിശേഷതകളാണെന്നും നമ്മൾ രാവണനാവുകയല്ല ചെയ്യേണ്ടത്, രാമനാവുകയാണ് ചെയ്യേണ്ടതെന്ന ഉപദേശം ഇതിലുണ്ടെന്നും എന്നും സമൂഹത്തിൽ ഇത്തരം മനുഷ്യരുണ്ടായിരുന്നുവെന്നും ഒരു കാലത്ത് അത്തരത്തിൽ ഈ ഗുണങ്ങളോട് കൂടിയ ശക്തനായൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ശരിക്കും രാമായണം ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ടെക്സ്റ്റാണ്. ഈ പുരാണങ്ങളെല്ലാം നമ്മൾ ഈ പുരാണങ്ങളെയൊക്കെ വാച്യാർത്ഥത്തിലെടുത്ത് വായിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം വരുന്നത്. അതിനകത്ത് ജാതി തിരയുകയും അതിനകത്ത് മതം തിരയുകയും ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ഭാഗവതം മുഴുവൻ പറഞ്ഞിട്ട് സൂതൻ ജനമേജയ രാജാവിനോട് പറയുന്നത്, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ അജോ വിഭൂതിർന്നതു പരമാർത്ഥ്യം. നിനക്ക് വിജ്ഞാനവും വൈരാഗ്യവും വിരക്തിയും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഈ കഥകളല്ല. അതിന്റെ ഉദ്ദേശശുദ്ധിക്ക് നമുക്ക് ചങ്ങമ്പുഴ പറഞ്ഞ പോലെ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് കൊടുക്കാമല്ലോ. കവിയുടെ ഉദ്ദേശം സമൂഹത്തിന് നല്ലത് പഠിപ്പിക്കലാണ്, റിഫോർമേഷനാണ്. അപ്പൊ അതിനകത്ത് കഥാപാത്രങ്ങൾ വേണം. മോശം കഥാപാത്രവും വേണം, നല്ല കഥാപാത്രവും വേണം. അപ്പൊ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന കവിക്ക് ഈ കഥാപാത്രത്തോട് അനിഷ്ടമൊന്നുമില്ല. രാവണൻ മരിച്ചു കിടക്കുമ്പോൾ രാമൻ ചെന്ന് തൊഴുതു നിന്നു എന്നാണ് രഘുവംശത്തിൽ കാളിദാസൻ പറയുന്നത്. ജേതാരം ലോകപാലാനാം സ്വമുഖൈർ അർപ്പിതീശ്വരം രാമസ്തുലിത കൈലാസം അരാതിം ബഹുഅമന്യത എന്നാണ്. കൈലാസം എടുത്ത് അമ്മാനമാടിയവൻ, ലോകോത്തര ശിവഭക്തനാണ് ഈ രാവണൻ. 3 ലോകത്തെയും ജയിച്ചവൻ, ജേതാരം ലോകപാലാന, സാക്ഷാൽ ഇന്ദ്രനെ പോലും ജയിച്ചവൻ. ആ അരാധിയെ തൊഴുതു. അരാധി എന്ന് വെച്ചാൽ ശത്രു എന്നാണ് നമ്മൾ നിഘണ്ടുവിൽ അർത്ഥം. വേദത്തിൽ എങ്ങനെയാണെന്നറിയാമോ? രാധാതുവിനെ ദാനം ചെയ്യുക എന്നർത്ഥം. സമൂഹത്തിന് തൻ്റെ ശേഷിക്കനുസരിച്ച് ദാനം ചെയ്യാത്തവനെ സമൂഹത്തിൻ്റെ ശത്രുവായിട്ടാണ് വേദത്തിൽ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അരാധി എന്ന് വെച്ചാൽ ശത്രു എന്നർത്ഥം ആ വാക്കിന് വന്നത്. ആ അരാധിയെ, കാരണം രാവണൻ ആർക്കും ഒന്നും കൊടുക്കുകയില്ല, എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയുള്ളൂ. ആ അരാധിയെ
രാമൻ തൊഴുതു കാരണം ഇയാൾ യോഗ്യനാണ്, വേഴ്സറ്റൈൽ ജീനിയസ് ആണ്, ഇയാൾ രാക്ഷസേശ്വരനാണ്, ഇയാൾ ലോകോത്തര പണ്ഡിതനാണ്, ഇയാൾ യുദ്ധവീരനാണ്, ഇയാൾ ശിവഭക്തനാണ്, ഇങ്ങനെയൊക്കെ അനേകം ഗുണങ്ങളുണ്ട്. വേഴ്സറ്റൈൽ ജീനിയസ് ആണ് ഇയാൾ. അങ്ങനെ ബഹുമുഖ പ്രതിഭ എന്ന അർത്ഥത്തിൽ, അല്ലാതെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന നമ്മുടെ പഴയ കലാരൂപത്തിലെ രാവണനല്ല. ചെറിയൊരു ദോഷം കൊണ്ട് ഈ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ്. നമ്മൾ എത്ര ഗുണവാനാണെങ്കിലും എത്ര പഠിച്ചാലും പഠിപ്പിനൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ എപ്പോഴും നമ്മുടെ അധപ്പതനത്തിനും ലോകത്തിന് ദ്രോഹത്തിനും അത് കാരണമായി തീരും എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് രാമായണ കഥയിലൂടെ വാൽമീകി ചെയ്യുന്നത്. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുട്ടൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു.